വെളിച്ചമില്ല. കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇരുട്ടത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം ഇരുട്ടത്ത് മൊബൈൽ വെളിച്ചത്തിൽ ഇഞ്ചക്ഷൻ എടുത്തതും രക്തസാമ്പിളുകളും ശേഖരിച്ചതും. ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന ഒരാൾ സംഭവം വാർഡ് മെമ്പറായ ജവാദിനെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ മെമ്പർ എത്തി ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. വൈദ്യുതി ബന്ധം ഇല്ലാതാകുന്ന സമയത്ത് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ ജനറേറ്റർ സംവിധാനങ്ങളില്ല. ആകെയുള്ളത് ഒരു ഇൻവെർട്ടർ സംവിധാനമാണ്. എന്നാൽ ഇതാകട്ടെ നാളുകളായി തകരാറിലുമാണ്. ഇതോടെയാണ് വൈദ്യുതി പോകുന്ന വേളയിൽ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ രോഗികളെ പരിചരിക്കേണ്ടി വരുന്നത്. ഇഞ്ചക്ഷൻ എടുക്കുന്നതും രക്തസാമ്പിളുകൾ അടക്കം ശേഖരിക്കുന്നതും മൊബൈൽ ഫോണിന്റെ ടോർച്ച് വെട്ടത്തിലാണ്. നിരവധി ആളുകളാണ് ദിനവും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. എത്രയും വേഗം ഇവിടെ ജനറേറ്റർ സംവിധാനം ഒരുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ജവാദ് ഉച്ചയ്ക്ക് 12ഓടെ ആവശ്യപ്പെട്ടു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനമായ കൊറ്റങ്കര പ്രാഥമിക ഹോസ്പിറ്റൽ ആശുപത്രി, അവിടെ ജനറേറ്റർ 2 മാസമായി ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. എന്നെ ഇന്നലെ മെനഞ്ഞാത്ത ദിവസം എന്നെ അവിടെ നിന്ന് ഒരു അമ്മ വിളിക്കുകയുണ്ടായി. മകനെ ഇരുട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്, ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു, മരുന്ന് മാറിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്, മകൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാവിലെ 9 മണിക്ക് പോയ കറണ്ടാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷമേ കറണ്ട് വരുത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അകം മൊത്തം ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് നഴ്സുമാരുടെ അവരുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ അവർ ഇഞ്ചക്ഷന്റെ മരുന്നുകൾ സെലക്ട് ചെയ്യുകയാണ്. പല രോഗികൾക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, പല രോഗികൾക്കും രക്തസാമ്പിളുകൾ എടുക്കുന്നുണ്ട്, പലർക്കും ട്രിപ്പിട്ട് കടത്തിയേക്കുന്നു. ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ്, മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. രോഗി സ്വയം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. മരുന്ന് മാറിപ്പോയിട്ടില്ലെന്ന് രോഗി സ്വയം ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥയിലാണ്.